നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം എരവട്ടൂർ AMLP സ്കൂളിൽ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. പേരാമ്പ്ര പഞ്ചായത്ത് തല പ്രവേശനോത്സവം എരവട്ടൂർ AMLP സ്കൂളിൽ നടന്നു. വിരമിച്ച പ്രധാനാധ്യാപിക ഉഷ ടീച്ചർ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും സ്നേഹസമ്മാന വിതരണം ചെയ്തുകൊണ്ടായിരുന്നു പ്രവേശനോത്സവത്തിന് തുടക്കമായത്. തുടർന്ന് സ്കൂൾ ഹെഡ്മാസ്റ്ററും കുട്ടികളും ചേർന്ന് സംഗീതശില്പം അവതരിപ്പിച്ചു. പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലേക്ക് പുതിയ കുഞ്ഞുങ്ങൾ കടന്നു വരികയും കഴിഞ്ഞ 3-4 വർഷമായി ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ 2 മാസക്കാലത്തെ അവധിക്ക് ശേഷം വീണ്ടും സ്കൂളിലേക്ക് തിരിച്ച് പ്രവേശിക്കുകയും ചെയ്യുന്ന വളരെ അഭിമാനകരവും സന്തോഷകരവുമായിട്ടുള്ള മുഹൂർത്തത്തിലാണ് നാം ഇവിടെ നിൽക്കുന്നത്. നേരത്തെ പലരും സൂചിപ്പിച്ചിട്ടുണ്ടാവും, പഴയതുപോലെയല്ല ഇന്ന് സ്കൂളിലെ പ്രവേശനോത്സവങ്ങളെല്ലാം നടക്കുന്നത്. ഞങ്ങളെല്ലാം സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ ചേരുമ്പോൾ 10-40 പേര് ഉണ്ടെങ്കിൽ അതിൽ 10-30 പേര് ഇപ്പോൾ ചെയ്യുന്ന പണി എന്താണെന്നറിയാം. എന്താരെങ്കിലും എന്ന് പറയാം, എന്തായിരിക്കും? സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ ചേർന്ന ആളുകളൊന്ന് കൈവന്തിക്കും. 1-ാം ക്ലാസ്സിൽ ഇപ്പോൾ ആദ്യമായി ചേർന്ന ആളുകളൊന്ന് കൈവന്തിക്കും. 1-ാം ക്ലാസ്സിൽ ചേർന്ന എത്ര ആളുണ്ട്? കൈവന്തിക്കും. വലിയ ആളുകളൊക്കെ കൈവന്തിക്കുന്നുണ്ട്. 1, 2, 3, 4, 5 എത്ര ആളുണ്ട് മൊത്തം? 17 ആളോ മറ്റോ ഉണ്ട്. അതിലിപ്പോൾ 4-5 ആളുകൾ, ബാക്കിയെല്ലാം പോയിട്ടുണ്ടാവില്ലേ ഞങ്ങളോട് ഉറപ്പിടിച്ചിട്ട്? ആയിക്കോട്ടെ. എന്തായിരുന്നാലും ഇങ്ങനെ പണ്ടൊക്കെ ആണെങ്കിൽ 10-40 ആളുകൾ ഉണ്ടെങ്കിൽ അതിൽ 25-30 ആളുകളുടെ പണി എന്തായിരിക്കും അറിയാം? ഞങ്ങൾ എന്തായിരിക്കും പറയും? എന്താ? കരയായിരിക്കും. സ്കൂളിൽ പോകുന്ന ആളുകളൊക്കെ ഒരു 60% ആളുകൾ എന്താക്കും? അവിടുന്ന് കരച്ചിലായിരിക്കും. കാരണം എന്താ? അന്ന് സ്കൂളിൽ പോകുന്നത് കുട്ടികൾക്ക് ഇഷ്ടമല്ല. എന്നാൽ ഇന്നൊരു 3-3.5 വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടി പറയും, എനിക്ക് സ്കൂളിൽ പോകണം, ചേച്ചിയുടെ കൂടെ പോകണം, ചേട്ടൻ്റെ കൂടെ പോകണം, സ്കൂളിൽ പോകണം, സ്കൂളിൽ പോയി പഠിക്കണം എന്നൊക്കെ പറയുന്ന കുട്ടികളായിപ്പോൾ നമ്മളെ കുട്ടികൾ. അതുകൊണ്ട് തന്നെ 1-ാം ക്ലാസ്സിൽ 10-20 കുട്ടികൾ എത്തിയപ്പോൾ ഈ കുട്ടികളിൽ ആരും കരയുന്നില്ല, അല്ലേ? ആരെങ്കിലും കരഞ്ഞോ? എന്ന് സ്കൂൾ വന്നതിന് മടിച്ചിട്ട് ആരെങ്കിലും കരഞ്ഞോ? കരഞ്ഞ ആളുകളൊന്ന് കൈവന്തിക്ക്. കരഞ്ഞ ആള് കൈവന്തിക്ക്. ആ ഒറ്റ ആള് പോലും ഇല്ല. സ്കൂൾ വന്നിട്ട് സങ്കടപ്പെട്ട് കരയുന്ന ഒറ്റ കുട്ടികൾ പോലും ഇന്ന് നമ്മളെ സ്കൂളിലേക്ക് വരുന്നില്ല. നമ്മളെ സ്കൂൾ അങ്ങനെ മാറി എന്നുള്ളതാണ് അതിൻ്റെ. ആരൊന്ന് കൈവന്തി കരഞ്ഞതാണോ? അല്ല. ഓക്കെ. അപ്പോൾ നമ്മളെ സ്കൂൾ അതിനനുസരിച്ച് മാറി എന്നുള്ളതാണ്. പണ്ടൊക്കെ സ്കൂളിൽ പോകുന്നത് പേടിയാണ്. ടീച്ചർമാരെ പേടി, അവിടെയുള്ള അറ്റ്മോസ്ഫിയർ പേടി, എല്ലാവരെയും പേടിയാണ്. ഇന്ന് ആരെയും പേടിക്കേണ്ടതില്ല, അല്ലേ? ഇപ്പോൾ നമ്മളോടെല്ലാം വളരെ വാത്സല്യത്തോടെ വീട്ടിൽ അമ്മമാരും അച്ഛന്മാരും ഒക്കെ നമ്മളെ നോക്കുന്നതിനേക്കാൾ നന്നായിട്ടാണ് ആര് നോക്കുന്നത്? നമ്മുടെ ടീച്ചർമാർ നോക്കുന്നത്.
അതിൻ്റെ ഭാഗമായി നമ്മുടെ പൊതുവിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ കുട്ടികളെ കൊണ്ട് സമ്പുഷ്ടമാവുകയും അതോടൊപ്പം തന്നെ കുട്ടികൾ സ്കൂളിലേക്ക് വരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയ മാറി. മിനി പൊൻപറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ റസ്മിന തങ്കേക്കണ്ടി നവാഗതരെ സ്വീകരിച്ചു. BPC ദിയ TV, PTA പ്രസിഡന്റ് റഫീഖ് KK, മാനേജർ ഇൻചാർജ് മുരളീധരൻ, ബാബു CP, ലസിത തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. HM അരുൺകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് വിഷ്ണുപ്രിയ നന്ദി പറഞ്ഞു. തുടർന്ന് DYFI ഏഴത്തുമുക്ക് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തി. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.